ചേരമ സാംബവ ഡെവലപ്മെന്റ് സൊസൈറ്റി പീരുമേട് താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഏലപ്പാറയിൽ പീരുമേട് നിയോജക മണ്ഡലം കമ്മിറ്റി യോഗം ചേർന്നത്. പീരുമേട് താലൂക്ക് പ്രസിഡന്റ് കെ വി പ്രസാദ് അധ്യക്ഷത വഹിച്ച യോഗം സംസ്ഥാന പ്രസിഡന്റ് കെ കെ സുരേഷ് ഓൺലൈൻ വഴി ഉദ്ഘാടനം ചെയ്തു. പട്ടികജാതി പട്ടികവർഗ ദളിത് ജനങ്ങളോട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കാണിക്കുന്ന വിവേചനങ്ങൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ വരുന്ന നിയമസഭാ ഇലക്ഷനിൽ മുന്നണികൾക്ക് വൻ തിരിച്ചടി നൽകുമെന്ന് യോഗം തീരുമാനിച്ചു. ഒന്ന് മാറി ചിന്തിക്കാൻ ഇവിടെ സാർ പറഞ്ഞ പോലെ തന്നെ പ്രസാദ് സാർ പറഞ്ഞ പോലെ നമുക്ക് മാറി ചിന്തിക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറെ ബുദ്ധിമുട്ട് പിടിച്ചൊരു സാഹചര്യം. അതും വരുന്ന ആളുകളിൽ നമ്മൾ വോട്ടുകുത്തികളായിട്ട് നിൽക്കാതെ നമ്മൾ മാറി ചിന്തിക്കണം. കാലഘട്ടത്തിനനുസൃതമായിട്ട് ഇല്ലെങ്കിൽ നമ്മുടെ വരും തലമുറ നമ്മൾ അനുഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ വേദന അനുഭവിക്കേണ്ട സാഹചര്യം ഉണ്ടാകുമെന്ന് മാത്രം പറയാനാണ് ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നത്. നമ്മുടെ സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശം അനുസരിച്ച് ആണ് നമ്മളിവിടെ ഈ ഒരു കമ്മിറ്റി രൂപീകരിക്കാൻ പോകുന്നത്. ആ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം എന്ന് പറയുന്നത് മണ്ഡല കമ്മിറ്റികൾ രൂപീകൃതമാകുകയാണ്. പല മേഖലകളിലും ഉണ്ടായി. കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തിൻ്റെ രൂപീകരണ വേളയിൽ ഞാൻ സാറുണ്ടായിരുന്നു. അവിടെ നല്ലൊരു കമ്മിറ്റി എടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം. കാഞ്ഞിരപ്പള്ളിക്കാരനൊരു മോഹൻ സാറ്, അതുപോലെ തന്നെ വാഴക്കാരനൊരു അപ്പു സാറ്, ഇവർ രണ്ടുപേരും എൻ്റെ പ്രസിഡന്റും സെക്രട്ടറിയും കൂടാതെ ഒരു 12 അംഗ കമ്മിറ്റിയെ കൂടി എടുത്തിട്ടുണ്ട്. അവിടെ അതിൻ്റെ പ്രവർത്തനങ്ങൾ ഒരാഴ്ച ആയി നല്ല രീതിയിൽ നടക്കുന്നു. അപ്പോൾ ഈ കുടുംബയോഗം കൂടി നമ്മൾ ശാസ്ത്രീകരിക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക്. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ MS തങ്കപ്പൻ, മോബിൻ ജോണി, സണ്ണി കണിയാമറ്റം, ബിജു പൂവത്താനി, PJ തോമസ്, ഷാജി കട്ടച്ചിറ എന്നിവർ സംസാരിച്ചു. പീരുമേട് നിയോജക മണ്ഡലം പ്രസിഡന്റായി ജോൺസൺ ജോർജിനെയും സെക്രട്ടറിയായി രാജപ്പൻ മുണ്ടക്കലിനെയും വിവിധ പഞ്ചായത്തുകളിൽ നിന്ന് 20 കമ്മിറ്റി അംഗങ്ങളെയും യോഗം തിരഞ്ഞെടുത്തു.